ഹലോ ഗൈസ്, ഞാൻ എഴുന്നേറ്റിട്ട് ഏകദേശം ഒരു അരമണിക്കൂറാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ഫ്രണ്ട് എടുത്ത് അവൻ ഓൾറെഡി ഞാനെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ചിക്കൻ എടുത്ത് വെള്ളത്തിയിടാൻ രാവിലെ. അപ്പോൾ അവൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ചിക്കൻ എടുത്ത് വെള്ളത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഇന്ന് കറി വെക്കണം. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചേ. സോ ഇന്ന് അതിൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങളുടെ മുമ്പിൽ കഴിയുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ള റൂമിൽ, നമ്മളെ റൂമിൽ 3 പേരുണ്ട് ടോട്ടൽ, എന്നെ കൂടെ കൂട്ടി. ബാച്ചിലർ റൂമാണ്. സോ അതിൻ്റെതായിട്ടുള്ള അറിയാലോ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാലം ഇതെല്ലാം നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ, അല്ല വേറെ ഒരു വഴിയില്ല. മനസ്സിലായല്ലോ, സഹിച്ചേ പറ്റുള്ളൂ. ഇത് കണ്ട് സഹിക്കുക, അത്ര തന്നെ. അപ്പോൾ അതെല്ലാം ഉണ്ടേ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ ചെയ്യണ ഒരു 4 കാര്യമുണ്ട്. അതിന്റെ ഒരു കാര്യം കഴിഞ്ഞ് ബാത്റൂമിൽ പോവുക, കുത്തിയിരിക്കുക, അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ചെയ്യണ 3 കാര്യമുണ്ട്. ഓക്കെ, അത് 3ഉം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എവിടെ പോകുന്നത്? ചിക്കൻ കറി വെക്കാൻ പോകുന്നു. മനസ്സിലായ? ചിക്കൻ കറി വെക്കാൻ. അപ്പൊ നിങ്ങളും കൂടെ എന്റെ കൂടെ കാണണം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോ നിങ്ങൾ എന്റെ കൂടെ സ്റ്റേ ട്യൂൺ മാൻ, എന്റെ കൂടെ നിൽക്കണം കേട്ടോ. പോയിക്കളയല്ലേ, മനസ്സിലായല്ലോ? സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നോക്കിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കാണണം. ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വേറെ മൂടാണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. നിർബന്ധിക്കൊന്നുമില്ല നിങ്ങളാ, മനസ്സിലായോ? നിർബന്ധിക്കില്ല, വേണമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടി ചെയ്തോ. നിങ്ങൾക്ക് വേറെ പൈസ ഒന്നും ചിലവാകുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം നിർബന്ധിക്കുന്ന കേസൊന്നുമില്ല, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിലോട്ട് പോവുകയാണ്. ഇത് കണ്ട് കുട്ടികൾ ആരും അനുകരിക്കരുത്, മുതിർന്നവരും അനുകരിക്കരുത്. വളരെ പാപമാണ്, ചെയ്യരുത് കേട്ടോ. നമ്മൾ ട്രൈ ചെയ്താൽ പോണേ. എനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട് ചിക്കൻ കറി. എന്നാലും ചെയ്യാടെ നോക്കി നിങ്ങൾ എൻ്റെ ചിക്കൻ കറി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. എന്തായാലും സിമ്പിൾ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കൂടുതൽ വാത്താളം അടിക്കാതെ എൻ്റെ സെക്കൻഡ് പരിപാടിയിലോട്ട് പോവാം. എന്നിട്ട് 3rd പരിപാടിയിൽ തീർന്നതിന് ശേഷം നമ്മൾ നേരെ എവിടെ പോകുന്നു? ചിക്കൻ കറി വെക്കാൻ പോകും. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സാധനങ്ങളൊക്കെ എടുക്കണോടെ, അതാണ് ഏറ്റവും വലിയ അടുത്ത ടാസ്ക്. സാധനങ്ങള് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുക്കണം. ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ, ഇതുകൊണ്ട് കിച്ചണിലൊന്ന് സെറ്റ് ചെയ്യട്ടെ. പിന്നെ കട്ട് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, പിന്നെയാണ് ഞാൻ ഓർത്തത് ഇന്ന് ചോറ് വെക്കാണ്ടെന്ന്. ചോറ് വെച്ചില്ലായിരുന്നു ആക്ച്വലി. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ആരാണ്? തഞ്ചാവൂർ പൊന്നി ചേച്ചിയാണ്. തഞ്ചാവൂർ പൊന്നിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന്. സോ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പിന്നെ ജയയൊക്കെയാണ് യൂസ് ചെയ്യണത്. ജയ യൂസ് ചെയ്യുന്നവരുണ്ട്, സുലേഖ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളെ കൂടെ ഉള്ളത് പൊന്നി ചേച്ചിയാണ്. അപ്പൊ പൊന്നി ചേച്ചി നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. പൊന്നി ചേച്ചി എളുപ്പമാണ് വെക്കാനൊക്കെ. പിന്നെ നമ്മളിവിടെ ആർക്കും മട്ട വേണ്ട, ഭയങ്കര വൈറലാണ് പെട്ടെന്ന്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാം, ഏറ്റവും കൂടുതൽ ബസുമതി കഴിച്ചാൽ നല്ലതാണ്. പിന്നെ പൊന്നിയെ കഴിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വയറ് ചാടില്ല. ഓക്കെ, കുറച്ച് റൈസ് കഴിക്കാവോ. കൂടുതൽ കറിയും കുറച്ച് റൈസ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, ഇതിന്റെ കുക്കിംഗ് ഭയങ്കര എളുപ്പമാട്ടാ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ടൈമൊന്നും എടുക്കത്തില്ല. ഈ കുക്കറിൽ ഒന്ന് കഴുകി വെക്കും. ഓക്കെ, എന്നിട്ട് ഒരു ഫിസില് മതി. അത് കഴിഞ്ഞ് ഒരു ഫിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും മോനെ, ചോറ് കഴിക്കാം. മനസ്സിലായോ? സാധനം ഒന്ന് റെഡി ആക്കട്ടെ. നമ്മള് നല്ല വെള്ളം പിടിക്കുന്നുണ്ട് ഈ സാധനത്തിനാണ്. ഇതാണ് ഫിൽറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഫിൽറ്ററിൽ നിന്നാണ് ഡയറക്റ്റ് ഇതിലോട്ട് വരുന്നത്. കാരണം നമ്മൾ ഡയറക്റ്റ് ഈ വെള്ളം യൂസ് ചെയ്യത്തില്ല. നമ്മളെ നാട്ടിലോ അങ്ങനെയാണ്, നാട്ടിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ വെള്ളത്തിനൊക്കെ ഫുള്ള് സീനാണ്. എല്ലാം ക്ലോറിൻ അടങ്ങിയ വാട്ടറാണ് കൂടുതൽ വരുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ വാട്ടറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ഫിൽറ്റർ വാട്ടർ യൂസ് ചെയ്യാൻ നോക്കുക, നല്ലതാണ് കേട്ടോ. മനസ്സിലായോ? കുക്കറിന് ഈ ഹോൾ അടങ്ങിയിരിക്കണമെന്ന്, അത് അടങ്ങിയിരിക്കണമെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കും മോനെ. മനസ്സിലായോ? അപ്പൊ എല്ലാരും ഒന്ന് ഊതി സംഭവം പറഞ്ഞാണ്. ഓക്കെ, സെറ്റാണ് കേട്ടോ, സെറ്റാണ്. അങ്ങനെ അതാ വെച്ചിട്ടുണ്ട്, സാധനം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഫിസില്, ഞാൻ പറയില്ല, ഒരു ഫിസില്. പിന്നെ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചോറ് റെഡി. ഓക്കെ,
ഇനിയിപ്പോ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചിക്കനാ ഉണ്ടോ. ഈ ചിക്കനെ കട്ട് ചെയ്യണം മോനെ, ബോർഡിൽ വെച്ച് കട്ട് ചെയ്ത് സെറ്റ് ആക്കണം. ഓക്കെ, ഞാൻ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി ഇതാ സവാള ഉണ്ട്. ഇതണ്ട 1 2 3 4 സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇതൊന്ന് അരിഞ്ഞൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കുക്കിങ്ങിലോട്ട് ഡയറക്റ്റ് അങ്ങ് പ്രവേശിക്കട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള അങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റൈസ് ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഈ സാധനത്തെ വടിക്കണം. വടിച്ചതിന് ശേഷം നമ്മളെ ചിക്കൻ കറിയിലോട്ട് പോകട്ടോ. ഓക്കെ, നമ്മുടെ റൈസ് ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്ത് നോക്കേണ്ടത് എന്താ? ചിക്കൻ കറി, നമ്മുടെ മെയിൻ സാധനത്തിലോട്ട് പോകട്ടോ. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആവശ്യത്തിന് വെളിച്ചെണ്ണ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത് ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കാടെ. നല്ലപോലെ ഒന്ന് ഇളക്കുക കേട്ടോ. സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യണം? സവാള ഇനി ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ അത് മുളകും കൂടെ ആഡ് ചെയ്യണം. ഞാൻ മുളക് ഇടാൻ വിട്ടുപോയി, ഇപ്പൊ കട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ അത് മുളകും കൂടെ ആഡ് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്ട് ഞാൻ ഇപ്പൊ കട്ട് ചെയ്തിടുകയാണ്. നമുക്ക് ഇഞ്ചിയും പേസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ. സവാള ഇട്ടിട്ട് ഫസ്റ്റ് വരട്ടി അതിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണമെങ്കിൽ ആക്കാം. നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് ഫസ്റ്റ് അതിട്ട് ജസ്റ്റ് ഒന്ന് കിണ്ടിയതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമ്മൾ സവാള ഇട്ട് വേണ്ടേ ഇപ്പോൾ പച്ചമുളകും ഇട്ട് ഒന്ന് ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇളക്കണം. ഓക്കെ, ഗോൾഡൻ കളർ ആവണം ഈ സാധനം. ഇതിൻ്റെ അതിന് ആവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഓക്കെ, ഇത് ഗോൾഡൻ കളറൊക്കെ ഭയങ്കര പാടാണ്ടേ. കിണ്ടി കൈവേദന എടുക്കും. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ എന്നെ വിളിക്കും, മോനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വാ, സവാള കിണ്ട്, നല്ല പോലെ വാരട്ടി കിണ്ട് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ലാംഗ്വേജ് കേട്ടോ. നിങ്ങൾ അവിടെ ഇത് ഇളക്കുക എന്നായിരിക്കും പറയണത്. നമ്മളവിടെ കിണ്ട് എന്നാണ് പറയണത് കേട്ടോ. കിണ്ടെന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങളവിടെ നിന്ന് കൊല്ലത്തൊക്കെ കിണ്ടോ എന്നാണ് പറയണമെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇടയ്ക്ക് എൻ്റെ റൂംമേറ്റ്സ് ഇതുപോലെ അവൻ കോട്ടയംകാരനാണ്. അവൻ ഞാൻ അടുത്ത് പറഞ്ഞു അളിയെ കിണ്ടാന്ന് പറയാം. അവൻ എന്തിരി എന്തിരി പറയണത്, നീ എന്തിരിടെ പറയണ എന്ന് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങളടുത്ത് പറയണ കിണ്ട് എന്ന് വെച്ചാൽ ഇളക്കുക എന്നാണ് അർത്ഥം. ഇനി അറിഞ്ഞുവിടാ കേട്ടുവിടാ കമൻറ്റ് വന്നിട്ട് ഇതെന്തൊരു ചേട്ടാ പറയണത്, എന്ത് തേങ്ങയാണ് പറയണതെന്ന് എനിക്ക് ചോദിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയണം. മനസ്സിലായല്ലോ അല്ലേ ഗൈസ്? അങ്ങനെ ഗോൾഡൻ കളർ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്യുന്നു. ഞാൻ നോർമലി മസാലയൊക്കെ ആഡ് ചെയ്യുന്നത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, വേണമെങ്കിൽ തീ കുറച്ചിട്ട് ചെയ്യാം. തീ ഫുള്ള് കുറച്ചിട്ട് മസാല ആഡ് ചെയ്യാം. ഞാൻ നോർമലി മസാല ആഡ് ചെയ്യുന്നത് തീ കുറച്ചിട്ടല്ല, ഓഫ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സമയത്ത് കറിയത്തില്ല ഈ സാധനം. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ ഇടാം, കൊറിയാണ്ടർ പൗഡർ. ഓക്കെ, രണ്ട് ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ടതിന് ശേഷം കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ അല്ല. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അത് 1.5 ഇട്ടോ, നോ പ്രോബ്ലം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇടുന്നു. 1.5 ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ.
1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്ര ഇട്ടതിന് ശേഷം നല്ല പോലെ എന്ത് ചെയ്യുക, പിടിപ്പിക്കുക. ഇത് മൊത്തം മസാലയുടെ കുത്തൽ മാറുന്നവരെ ഇത് മൊത്തം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൊത്തം ഒന്ന് പിടിപ്പിക്കുക. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് ഇതിൻ്റെ അകത്ത് ഇടുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാല ചിക്കനിലൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടി എല്ലായിടത്തും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇനിയിപ്പോ ഒരു ടീസ്പൂണും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ ഫുള്ള് സീനാണ്. നമ്മളെ ചിക്കൻ കറി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ 20 മിനിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഞാൻ തുറന്നൊന്ന് ഇളക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും കൂട്ടണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ മുളകൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് താളിച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം. തൽക്കാലം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും എൻഹാൻസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സോ ഞാനിപ്പോൾ കുളിക്കട്ടെ. കുളിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് ഓഫ് ടു ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ അതും കൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. കുളി സീനൊന്നും കാണത്തില്ല കേട്ടോ. അതൊന്നും വിചാരിച്ച് ഇവിടെ നിൽക്കണ്ട, വെയിറ്റ് ചെയ്യും, കുളിച്ചിട്ട് വരട്ടെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയും ചോറും ഇതായിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, അങ്ങനെ ചിക്കൻ്റെ ഒരു പീസ് ഞാൻ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം അല്പം ഈ ചൂടിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ദൈവമേ, മോനെ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. നോ, ഇല്ല ഗൈസ്, സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ സാധനം, നന്നായിട്ടുണ്ട്. എനിക്ക് ഇത്രയും കൈപ്പുണ്യം ഉണ്ടായിരുന്നു. ഷോ, അൺബിലീവബിൾ മാൻ. സെറ്റ് സാധനം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.